മൂന്ന് മണി സീരിയലിലെ വില്ലത്തി വേഷത്തിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ നടിയാണ് പ്രീത പ്രദീപ്. അതിനു മുൻപ് അവതാരകയായും ചില സിനിമകളിലുമെല്ലാം അഭിനയിച്ചിരുന്ന പ്രീത മൂന്ന് മണി സീരിയലിന് ശേഷം സ്റ്റാർ മാജിക്കിലുമെല്ലാം തിളങ്ങി നിൽക്കവെയാണ് വിവാഹിതയാകുന്നത്. നടിയുടെ ഭർത്താവ് വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. തുടർന്ന് പ്രീതയും ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോയി. തുടർന്ന് 6 വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കുമൊടുവിൽ നടി ഗർഭിണിയാവുകയും ചെയ്തു. പിന്നാലെ നാട്ടിലേക്ക് തിരിച്ചെത്തിയ പ്രീതയുടെ വയറ്റുപൊങ്കാല എന്ന ചടങ്ങ് കഴിഞ്ഞ മാസം നടത്തിയെങ്കിൽ ഈ മാസം കൈ നിറയെ കുപ്പിവളകളിട്ട് നിറവയറിന് മുകളിലും മൈലാഞ്ചിയിട്ട് വളക്കാപ്പ് ആഘോഷമാണ് നടത്തിയിരിക്കുന്നത്. വളക്കാപ്പിന് കൈ നിറയെ മൈലാഞ്ചിയിടുന്ന പതിവുണ്ടെങ്കിലും വയറിന് മുകളിൽ ആരും തന്നെ അതിടാറില്ല. എന്നാൽ ഇപ്പോൾ വയറിന് മുകളിൽ മൈലാഞ്ചിയിട്ടും വളക്കാപ്പ് ആഘോഷമാക്കിയിരിക്കുകയാണ് നടി. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതിൻ്റെ എല്ലാ സന്തോഷത്തിലുമാണ് പ്രീത ഇപ്പോൾ ഉള്ളത്. 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഗർഭിണിയായത് എന്നതുകൊണ്ട് തന്നെ താരത്തിൻ്റെ സന്തോഷത്തിന് അതിരുകളില്ല. ഗർഭകാലം അത്രത്തോളം മനോഹരമായി നടി ആസ്വദിക്കുന്നുണ്ട് എന്നത് താരത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. 2019 പ്രീതയുടെ വിവാഹം. വിവേക് വി നായരാണ് പ്രീതയെ വിവാഹം ചെയ്തത്. വിവാഹശേഷം ഭർത്താവിനൊപ്പം UK-യിലായിരുന്നു പ്രീതയുടെ താമസം. ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് താൻ ഗർഭിണിയാണെന്ന വിവരം പ്രീത സമൂഹമാധ്യമത്തിലൂടെ പരസ്യപ്പെടുത്തിയത്. അന്ന് നിറകണ്ണുകളോടെ പ്രഗ്നൻസി ഡിറ്റക്ഷൻ സ്ട്രിപ്പ് പ്രേക്ഷകരെ കാണിക്കുന്ന പ്രീതയുടെ വീഡിയോ വൈറലായിരുന്നു. ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില നിമിഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അങ്ങനെ ഒരു നിമിഷമായിരുന്നു ആ 2 ചെറുവരകൾ കണ്ടപ്പോൾ. എൻ്റെ ആ പ്രഭാതം ലോകം ചെറുതായ പോലെ തോന്നി. മനസ്സ് നിശബ്ദമായി. പെട്ടെന്നുള്ള സന്തോഷം കണ്ണുകൾ നനയിച്ചു. എല്ലാം ജഗദീശ്വരൻ എഴുതിയ ഒരനുഗ്രഹീത പദ്ധതിയുടെ ഏടുകളാണെന്ന ബോധ്യം കൊണ്ടായിരിക്കാം പുതിയൊരു അധ്യായം ആരംഭിക്കുന്നു എന്നാണ് നടി കുറിച്ചത്. ഞങ്ങൾ ഇരുവരുടെയും ഹൃദയം ഇതിനകം തന്നെ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നുവെന്നും പ്രഗ്നൻസി റിവീൽ ചെയ്ത് കൂട്ടിച്ചേർത്തിരുന്നു. തുടർന്ന് നാട്ടിലെത്തിയ പ്രീത ഗർഭിണികൾ ചെയ്യാറുള്ള വയറ്റുപൊങ്കാല എന്ന ചടങ്ങും 7-ാം മാസത്തെ ചടങ്ങും ആഘോഷിച്ചിരുന്നു. സിമ്പിളായി നടന്ന ആഘോഷത്തിൻ്റെ ഫോട്ടോയും വീഡിയോകളുമെല്ലാം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു. ഉള്ളിൽ വളരുന്ന ചെറിയ ജീവന് വേണ്ടിയുള്ള ഒരു പവിത്രമായ ആഘോഷം. നിനക്കായി കാത്തിരിക്കുന്നു കുഞ്ഞിപ്പാപ്പ എന്ന ക്യാപ്ഷനോടെയാണ് വയറ്റുപൊങ്കാലയുടെ വിശേഷങ്ങൾ പ്രീത പങ്കുവച്ചത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തതും. പ്രസവം നാട്ടിൽ മതിയെന്ന തീരുമാനത്തിന്റെ പുറത്താകാം പ്രീത UK-യിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയത്. അടുത്ത മാസം കൂടി കഴിഞ്ഞാൽ പ്രീതയും വിവേകും കാത്തിരിക്കുന്ന കുഞ്ഞതിഥി എത്തുമെന്നാണ് വിവരം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.